PM ശ്രീയിൽ വളരെ വിശദമായൊരു റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി എൻ ഷംസുദ്ദീന്റെ നിർദ്ദേശം വന്നിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ റിപ്പോർട്ട് തയ്യാറാക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പദ്ധതിയുടെ നിലവിലെ സ്ഥിതി, ബാക്കി കുടിശ്ശിക ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. ഹാൻസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇപ്പോൾ ഹാൻസിനെ കുറിച്ച് സംസാരിച്ച് നാക്ക് വായിലേക്ക് ഇട്ടതേ ഉള്ളൂ. നമ്മുടെ പ്രേക്ഷകരൊക്കെ ഹാൻസിന് ബർത്ത്ഡേ വിഷസ് പറയുന്നുണ്ട്. അപ്പോൾ അത് ഹാൻസിലേക്ക് ഞാൻ നേരിട്ട് അറിയിക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഈ PM ശ്രീയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം, ഇതിലിപ്പോൾ നേരത്തെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പോലും ഒരു ചെറിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു ഈ സർക്കാരിന് മേൽ, പുതിയ സർക്കാർ വന്നതിനുമേൽ. എന്താണ് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ? ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നീക്കങ്ങൾ എങ്ങനെയാണ് ഹാൻസ്? സേതു, കഴിഞ്ഞ ദിവസം ഈ PM ശ്രീ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രം സംസ്ഥാനത്തിന് കത്തയച്ചിരുന്നു. ചീഫ് സെക്രട്ടറിക്കാണ് കത്തയച്ചത്. പക്ഷേ ഒരു നയപരമായ വിഷയമായതിനാൽ ഏതെങ്കിലും തരത്തിലുള്ള മറുപടി ചീഫ് സെക്രട്ടറി കേന്ദ്രത്തിന് നൽകിയിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയായി വകുപ്പ് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന എൻ ഷംസുദ്ദീൻ്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം വിളിച്ചു ചേർത്തത്. കഴിഞ്ഞ ദിവസമായിരുന്നു ആ യോഗം. ഈ യോഗത്തിലാണ് PM ശ്രീയുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ മന്ത്രി ഉദ്യോഗസ്ഥരോട് ചോദിച്ചത്. നിലവിൽ പദ്ധതിയുടെ സ്ഥിതി എന്താണ്, എത്ര രൂപയാണ് കുടിശ്ശികയായി കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുള്ളത്, ഈ കുടിശ്ശിക തുക ലഭിക്കാത്തത് കൊണ്ട് ഏതൊക്കെ തരത്തിലുള്ള പ്രതിസന്ധിയാണ് വകുപ്പിനുള്ളത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് മന്ത്രി ആരാഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഇതുവരെയുള്ള നടപടിക്രമങ്ങൾ അടക്കം വിശദമാക്കിക്കൊണ്ട് ഒരു വിശദമായ റിപ്പോർട്ട് തന്നെ സമർപ്പിക്കാനാണ് മന്ത്രി എൻ ഷംസുദ്ദീൻ ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എത്ര ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അടിയന്തരമായി തന്നെ റിപ്പോർട്ട് നൽകാനാണ് മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതേസമയം ഉദ്യോഗസ്ഥർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ മന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. ഈ വർഷം മാത്രം 440 കോടി രൂപയാണ് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ടത്. മുൻ വർഷങ്ങളിലെ 1300 കോടിയിലധികം രൂപയും ഈ കേന്ദ്രത്തിൽ നിന്ന് PM ശ്രീയുമായി ബന്ധപ്പെട്ട് ലഭിക്കാനുണ്ട്. ഈ SSK ഫണ്ട് അടക്കം ലഭിക്കാത്തത് മൂലം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് വിദ്യാഭ്യാസ വകുപ്പ് നേരിടുന്നത്. ഈ SSKയിലെ അധ്യാപകർക്കും അനധ്യാപകർക്കും കുടിശ്ശികയായി ശമ്പളം അടക്കം നൽകാനുള്ള പശ്ചാത്തലത്തിൽ ഈ തുക അനിവാര്യമാണ് എന്നുള്ള മറുപടിയാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ റിപ്പോർട്ട് ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ അത് പരിശോധിച്ചതിന് ശേഷമായിരിക്കും PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാവുക. സേതു. ഓക്കെ ഹാൻസേ, ശരി. നമുക്കറിയാലോ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഈ PM ശ്രീ പദ്ധതി എന്തുമാത്രം വിഷയങ്ങളായതാണ് എന്നുള്ളത്, അല്ലേ? ഇവിടുന്ന് PM ശ്രീ പദ്ധതിയിൽ ചേർന്നു. അതിന് പിന്നാലെ മുന്നണിയിൽ CPI കടുത്ത എതിർപ്പുന്നയിച്ചു. CPI ഒരു ഘട്ടത്തിൽ മുന്നണി വിടും എന്ന നിലയിലേക്ക് വരെ എത്തി. അത്രമേൽ പാർട്ടികളിൽ സമ്മർദ്ദമുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ CPIക്ക് അനുകൂലമായ നിലപാടായിരുന്നു അന്ന് പ്രതിപക്ഷം എടുത്തതും UDF എടുത്ത നിലപാടും അതിനൊപ്പം തന്നെയായിരുന്നു. അതിന് ശേഷം സർക്കാർ ഞാൻ ഒപ്പിട്ട കരാറിൽ നിന്നും പിന്മാറേണ്ടി വന്നു. അന്നത്തെ സർക്കാരിന്, അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒക്കെ അതിൽ നിന്നും പിന്മാറേണ്ടി വന്നു. കാര്യകാരണങ്ങൾ, ആ ഫണ്ട് വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ആ പദ്ധതിയിൽ ചേർന്നത് എന്ന് വിശദീകരിച്ചിട്ടും ആ വിശദീകരണം ഒന്നും ഇരുന്നില്ല, അതൊന്നും നടപ്പായിരുന്നില്ല. പിന്നീട് അതിൽ നിന്നും മാറേണ്ട ഒരു അവസ്ഥയും വന്നു. ഇനിയിപ്പോൾ പുതിയ സർക്കാർ എന്തായിരിക്കും ഇതിലെടുക്കുന്ന നിലപാട് എന്നറിയാൻ ഒരു ആകാംക്ഷയും കൗതുകവും ഒക്കെയും ഉണ്ട്.